നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അമേരിക്ക പ്രഖ്യാപിച്ച തീരുവയുടെ ആഘാതം പരിശോധിക്കുകയാണെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്രത്തെ വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകണമെന്നാണ് ഡോക്ടർ ശശി തരൂർ എംപിയുടെ പ്രതികരണം. കയറ്റുമതിക്കാർ, വ്യവസായങ്ങളടക്കം എല്ലാവരുമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം ചർച്ചകൾ നടത്തും. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിനെ അറിയിച്ചു. അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ചകൾ തുടരുമെന്നും കേന്ദ്രമന്ത്രി. and further extended up to 1st August 2025. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. Everybody knows that the Indian economy is a dead economy. Trump अब बोल रहा है कि मैं 25% टैरिफ लगाऊंगा. आपने अपने आप से ये सवाल पूछा कि नरेंद्र मोदी जी जवाब क्यों नहीं दे पा रहे? पूछा है क्यों? एक्चुअल रीजन क्या है? कंट्रोल किसके हाथ में है? बात समझिए. മികച്ച കരാറിനായി കേന്ദ്ര സർക്കാരിന് ശക്തമായ പിന്തുണ നൽകണമെന്ന് ഡോക്ടർ ശശി തരൂർ എംപി. I do believe the American stand has not been totally reasonable, and I believe our stand we can possibly show some flexibility, but there is a limit to how much flexibility we can show. Everything depends on the ongoing negotiations. I wish our negotiators good luck and good courage, because we can't afford to buckle under. We have to keep our national interests as number one in our minds. താരിഫ് ആഘാതത്തിൽ തകർന്ന ഇന്ത്യൻ ഓഹരി വിപണികൾ 900 പോയിന്റ് വരെ ഉയർന്ന ശേഷം നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 296 പോയിന്റ് ഇടിഞ്ഞു. താരിഫ് നയത്തിൽ ചർച്ചകൾ നടക്കുന്നതിൽ പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. 24 ഡൽഹി. ഇന്ത്യൻ രൂപയുമായുള്ള ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഉയർന്നു. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഗൾഫ് കറൻസികളും വിനിമയ നിരക്കിൽ പ്രതിഫലിച്ചത്. ശമ്പളം ലഭിക്കുന്ന ആഴ്ചയായതിനാൽ വിനിമയ നിരക്കിലെ വർധന പ്രവാസികൾക്ക് ഇരട്ടി നേട്ടമാകും. ഒരു ഒമാനി റിയാലിന് 227 രൂപ വരെയാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഇത്. ഫെബ്രുവരി ആദ്യം റിയാലിനെതിരെ രൂപയുടെ മൂല്യം 226 മുകളിലെത്തിയിരുന്നു. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടുന്നത് തുടരുകയാണ്. ഇന്ത്യക്കെതിരെ US 20% കുറയാത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പുമാണ് രൂപയ്ക്ക് ആഘാതമായത്. ഇന്ത്യൻ റുപ്പിയുടെ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു റിയാലിന് ഓൾമോസ്റ്റ് 227 രൂപ വരെ എത്തിയ ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യൻ കറൻസിക്ക് ഒരു വലിയൊരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. ആശങ്കാജനകമാണ്. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പണം അയക്കാൻ ഇതൊരു നല്ലൊരു അവസരമാണ്. ഓഹരി വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപത്തിലെ കൊഴിഞ്ഞുപോക്കും തിരിച്ചടിയായിട്ടുണ്ട്. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില ബാരലിന് ഒരു ഇടവേളയ്ക്ക് ശേഷം $70 കടന്നതും രൂപയെ സമ്മർദ്ദത്തിലാക്കി. അതേസമയം രൂപ തളരുന്നത് ഇറക്കുമതിക്കും തിരിച്ചടിയാകും. ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക്സ്, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം കൂടുതൽ വില നൽകേണ്ടി വരും. ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നത് രാജ്യത്ത് അവശ്യവസ്തുക്കളുടെ വില, പണപ്പെരുപ്പം എന്നിവ കൂടാനിടയാക്കും. വിദേശത്ത് പഠിക്കുന്നവർ, വിദേശയാത്ര ചെയ്യുന്നവർ എന്നിവർക്കും രൂപയുടെ വീഴ്ച തിരിച്ചടിയാണ്. പഠന യാത്രാ ചെലവുകൾക്കായി കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരും. 24 ഒമാൻ. എണ്ണ ഇതര വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടവുമായി UAE. കഴിഞ്ഞ 6 മാസത്തിനിടെ 1.7 ട്രില്യൺ ദിർഹത്തിന്റെ നേട്ടമാണ് രാജ്യം കൈവരിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 24% വളർച്ചയാണ് ഇത് എന്ന് അധികൃതർ വ്യക്തമാക്കി. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നേട്ടം അറിയിച്ചത്. ഈ വർഷം ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 1.7 ട്രില്യൺ ദിർഹത്തിന്റെ നേട്ടമാണ് രാജ്യം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24% റെക്കോർഡ് വളർച്ചയാണ് നേടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം 2021 ആദ്യ പകുതിയിൽ നേടിയതിന്റെ ഇരട്ടിയാണിതെന്നും 2022 23 ആദ്യ പകുതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യഥാക്രമം
59.5, 37.8% എന്നിങ്ങനെയുള്ള ചരിത്രപരമായ കുതിപ്പാണ് രാജ്യം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ആരംഭിച്ചതിനു ശേഷം യുഎഇയുടെ വിദേശ വ്യാപാരത്തിൽ ഗണ്യമായ നേട്ടമുണ്ടായതായും അധികൃതർ അറിയിച്ചു. സിപിഐയുടെ കീഴിൽ ഇതുവരെ 28 കരാറുകളാണ് രാജ്യം ഒപ്പുവെച്ചത്. അതിൽ 10 എണ്ണം പ്രാബല്യത്തിൽ വന്നതായും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സൗദിയിലെ തായിഫിൽ യന്ത്ര ഊഞ്ഞാൽ പൊട്ടിവീണ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് സൗദിയിലെ പ്രശസ്ത ടൂറിസം കേന്ദ്രമായ തൈഫിൽ റൈഡിനിടെ യന്ത്ര ഊഞ്ഞാൽ പൊട്ടിവീണത്. 23 പേർക്കാണ് പരിക്കേറ്റത്. 3 പേരുടെ നില ഗുരുതരമാണ്. ഏതൊക്കെ രാജ്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വ്യക്തമല്ല. തൈഫിലെ പ്രശസ്തമായ അൽ ഹദയിലെ ജബൽ അഖ്ദർ പാർക്കിലാണ് അപകടമുണ്ടായത്. സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ തൈഫിലെ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് പിന്നാലെ പാർക്ക് അടച്ചു. സൗദിയിൽ ഹുറൂബ് കേസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വീണ്ടും മാറ്റം. ജോലിയിൽ നിന്നും വിദേശ തൊഴിലാളി ഒളിച്ചോടിയതായി തൊഴിലുടമ പരാതിപ്പെട്ടാൽ 60 ദിവസത്തിനകം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തൊഴിലാളിക്ക് അവസരമുണ്ട്. വിസ കാലാവധി അവസാനിച്ചില്ലെങ്കിൽ മാത്രമേ ഹുറൂബിന് അപേക്ഷിക്കാൻ തൊഴിലുടമയ്ക്ക് അവസരം ലഭിക്കുകയുള്ളൂ. സൗദിയിലെ വിദേശ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന മാറ്റമാണ് ഹുറൂബ് കേസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വന്നിരിക്കുന്നത്. ജോലിസ്ഥലത്തു നിന്നും തൊഴിലാളി ഒളിച്ചോടി എന്ന് തൊഴിലുടമ പരാതിപ്പെടുന്നതാണ് ഹുറൂബ് കേസ്. ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന പരാതിക്കിടെയാണ് പുതിയ അപ്ഡേറ്റ് ഹുറൂബ് രജിസ്റ്റർ ചെയ്യുന്ന ഖിവ പോർട്ടലിൽ വന്നത്. ഇതുപ്രകാരം ഒരു തൊഴിലാളികളുടെ ഹുറൂബ് റിപ്പോർട്ട് ചെയ്യാൻ ഇഖാമയിൽ ചുരുങ്ങിയത് 60 ദിവസത്തെ കാലാവധി വേണം. കൂടാതെ തൊഴിലാളിക്ക് സാധുതയുള്ള തൊഴിൽ കരാർ ഇല്ലെങ്കിൽ മാത്രമേ ഹുറൂബ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഹുറൂബിന് അപേക്ഷ നൽകിയാൽ മറ്റൊരു വഴി തേടാൻ തൊഴിലാളിക്ക് 60 ദിവസത്തെ സമയം ലഭിക്കും. ഇതിനിടയിൽ പുതിയ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറുകയോ ഫൈനൽ എക്സിറ്റിൽ സൗദിയിൽ നിന്ന് മടങ്ങുകയോ ഹുറൂബാക്കിയ സ്പോൺസർക്കൊപ്പം തന്നെ തൊഴിൽ കരാർ പുതുക്കുകയോ ചെയ്യാം. 60 ദിവസത്തിനകം ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ തൊഴിലാളിക്കെതിരെ ഹുറൂബ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കമ്പനിയുടെ റെക്കോർഡുകളിൽ നിന്ന് തൊഴിലാളിയെ നീക്കം ചെയ്യുകയും ചെയ്യും. 60 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ തൊഴിലാളി തുടർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനും ഓട്ടോമാറ്റിക്കായി ഇതു സംബന്ധമായ വിവരം ലഭിക്കും. ഹുറൂബിനെ അപേക്ഷിച്ചാൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുകയും തൊഴിലാളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതായിരുന്നു നേരത്തെയുള്ള രീതി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദുബായിൽ വിസ അപേക്ഷകളിൽ നൽകുന്ന വിവരങ്ങളിൽ കൃത്യത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. വിസ സേവനങ്ങൾക്കായി ആളുകൾ അവ്യക്തമായ വിവരങ്ങൾ നൽകുന്നത് നടപടിക്രമങ്ങൾ വൈകാനിടയാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിർദ്ദേശം. വ്യക്തിവിവരങ്ങൾ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പേരുകളിലെ സ്പെല്ലിംഗ് ഉൾപ്പെടെയുള്ളവയിൽ അപേക്ഷകർ വരുത്തുന്ന തെറ്റുകൾ സേവനങ്ങൾ ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ശരിയായതും കൃത്യതയാർന്നതുമായ വിവരങ്ങൾ വിസ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. വകുപ്പിന്റെ സ്മാർട്ട് ചാനലുകൾ വഴിയോ ദുബായിലെ അമർ സെന്ററുകൾ വഴിയോ ആണ് സേവന അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇത്തരത്തിൽ അപേക്ഷകൾ ടൈപ്പ് ചെയ്ത ശേഷം ഇമിഗ്രേഷനിലേക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് വിവരങ്ങൾ ശരിയാണ് എന്നത് ശ്രദ്ധിക്കണമെന്നും ഉപഭോക്താക്കൾക്ക് എല്ലായ്പ്പോഴും സന്തോഷകരമായ സേവനങ്ങൾ നൽകാനാണ് ജനറൽ ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നതെന്നും GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി പറഞ്ഞു. അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അപേക്ഷകന്റെ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 24 ദുബായ്. കണ്ണമംഗലം ചേരൂർ യത്തീംഖാന സ്കൂളിനു വേണ്ടി ജിദ്ദയിലെ കണ്ണമംഗലം പഞ്ചായത്ത് KMCC നിർമ്മിച്ചു നൽകിയ CH ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പാണക്കാട് പൂക്കോയ തങ്ങളും CHും ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് മലബാർ മേഖലയിൽ ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വൈജ്ഞാനിക സൗകര്യങ്ങളെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് KMCC ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പുള്ളാട്ട് അധ്യക്ഷനായി. CP സെയ്തലവി CH അനുസ്മരണ പ്രഭാഷണം നടത്തി. സമദ് ചോലയ്ക്കൽ സ്വാഗതവും അസറു ചുക്കൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബിൻ MP ഉദ്ഘാടനം ചെയ്തു. സുലൈമാൻ മേൽപ്പത്തൂർ ക്ലാസിന് നേതൃത്വം നൽകി. ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ 2025 ശ്രദ്ധ നേടുന്നു. ജൂലൈ 1 തുടങ്ങിയ ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പ് ഓഗസ്റ്റ് 5 അവസാനിക്കും.
എക്സിബിഷൻ വേൾഡ് ബഹ്റിനിൽ നടക്കുന്ന സമ്മർ ടോയ് ഫെസ്റ്റിവലിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ കാണുന്നതിനായും കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിനായും കുട്ടികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ പുതിയ അന്താരാഷ്ട്ര ടോയ് ബ്രാൻഡുകൾ, സംവേദനാത്മക മേഖലകൾ, കുട്ടികൾക്കായുള്ള സജീവമായ പ്രവർത്തന പരിപാടികൾ എന്നിവയും ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് അറബിയിലും ഇംഗ്ലീഷിലും സ്റ്റേജ് ഷോകൾ, തത്സമയ പ്രകടനങ്ങൾ, പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമായുള്ള മീറ്റ് ആൻഡ് ഗ്രീറ്റ് അനുഭവങ്ങൾ, ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ, ഗെയിമിംഗ് സോണുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ഒരുക്കിയിരിക്കുന്ന സമ്മർ ഫെസ്റ്റിവൽ ഞായർ മുതൽ ബുധൻ വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും വ്യാഴം മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾക്ക് 3 ദിനാറാണ് സമ്മർ ഫെസ്റ്റിന്റെ ടിക്കറ്റ് നിരക്ക്. 5 പേരുടെ ഗ്രൂപ്പിന് 12 ദിനാറിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. 24 ബഹ്റൈൻ. മക്ക OICCയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി സേവാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി വിശിഷ്ട സേവാ പുരസ്കാരം അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കലിന് ചാണ്ടി ഉമ്മൻ സമ്മാനിച്ചു. മക്കയിലെ 16 ആശുപത്രികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 66 നഴ്സുമാർക്കുള്ള ഉമ്മൻചാണ്ടി സേവാ പുരസ്കാരങ്ങളും +2 10ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. OICC മക്ക പ്രസിഡന്റ് നൌഷാദ് പെരിന്തലൂർ അധ്യക്ഷനായ ചടങ്ങിൽ റീജിയണൽ പ്രസിഡന്റ് ഹക്കീം പാറക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. കുഞ്ഞുമോൻ കക്കിയ, ഷിഹാബ് കൊട്ടുകാട്, സലീം കണ്ണനാകുഴി, നൌഷാദ് ഇടക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പ്രവാസി മലയാളികൾ സംഘടിപ്പിക്കുന്ന വള്ളംകളി മത്സരങ്ങൾക്ക് വിസിൽ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. സുരാജ് സെബാസിന്റെ റിപ്പോർട്ടിലേക്ക്. വള്ളംകളി പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പെൻറിത്ത് വള്ളംകളിക്ക് ശനിയാഴ്ച തുടക്കമാവും. സിഡ്നി ഇന്റർനാഷണൽ റിഗാറ്റ സെന്ററിൽ വെച്ച് നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ ഇക്കൊല്ലം 11 ടീമുകളാവും പങ്കെടുക്കുക. തുഴയെറിയുന്ന 11 ടീമുകളിൽ 3 ടീമുകൾ വനിതകളുടെ സംഘങ്ങളാണ് എന്ന പ്രത്യേകതയും ഇക്കൊല്ലത്തെ മത്സരത്തിനുണ്ട്. വള്ളംകളി മത്സരത്തിനു ശേഷം ഉച്ചകഴിഞ്ഞ് വടംവലി മത്സരവും സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറൻ സിഡ്നിയിലെ പെൻറിത്ത് മലയാളി കൂട്ടായ്മയാണ് പരിപാടിയുടെ സംഘാടകർ. ഓസ്ട്രേലിയയിൽ നിന്നും സുരാജ് സെബാസ്റ്റ്യൻ, 24. സൗദി സന്ദർശിക്കുന്ന ചാണ്ടി ഉമ്മൻ MLA ജിദ്ദ ഷറഫിയയിലെ അബീർ മെഡിക്കൽ സെന്റർ സന്ദർശിച്ചു. അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷീദ് അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അബീറിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച ചാണ്ടി ഉമ്മൻ അബീറിന്റെ വളർച്ച എല്ലാ മലയാളികൾക്കും അഭിമാനവും പ്രചോദനവുമാണെന്നും പറഞ്ഞു. OICC മക്ക ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സേവാ പുരസ്കാരം നേടിയ ഡോക്ടർ അഹമ്മദ് ആലുങ്കലിനെ ചാണ്ടി ഉമ്മൻ അഭിനന്ദിച്ചു. അബീർ ജീവനക്കാരും മാനേജ്മെന്റും ചേർന്ന് ഹൃദ്യമായ സ്വീകരണമാണ് ചാണ്ടി ഉമ്മന് നൽകിയത്. സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട്, KTA മുനീർ എന്നിവരും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് ജപ്തി ചെയ്ത വീട് കുത്തിത്തുറന്ന് DYFI. അയിലൂർ കരിങ്കുളത്താണ് ഈ സംഭവം. സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് വീട് ജപ്തി ചെയ്തത്. 9-8 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ പുറത്തിറങ്ങി നിന്നത് മണിക്കൂറുകളോളമാണ്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ വിഷയത്തിൽ DYFI എപ്പോഴാണ് ഇടപെട്ടത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? മണപ്പുറം ഫിനാൻസിൽ നിന്ന് ഈ കുടുംബം ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഒരു ജപ്തി നടപടിയിലേക്ക് കടന്നിരുന്നത്. ഈ കുട്ടികളുടെ അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ മണപ്പുറം ഫിനാൻസ് അധികൃതരും പോലീസും ഒക്കെ ചേർന്ന് ഇവരെല്ലാവരെയും, വീട്ടിലെ കുട്ടികളുടെ അച്ഛന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവരെല്ലാവരെയും പുറത്താക്കി വീട് പൂട്ടി സീൽ ചെയ്ത് പോയിരിക്കുന്നത്. എന്തായാലും ഈ സതീഷ് സജ്ജാകുമാരി എന്നീ ദമ്പതികളുടെ വീടാണ് ജപ്തി ചെയ്തത്. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വീട് അടച്ചത് കണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരും PTA വിവരം പ്രദേശത്തെ DYFI പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലെത്തിയ DYFI പ്രവർത്തകർ പിന്നീട് വീടിന്റെ പൂട്ട് തകർക്കുകയായിരുന്നു. അവരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇത്തരത്തിൽ വീട് പൂട്ടി ഈ കുട്ടികളെ പുറത്തു നിർത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് DYFIയുടെ പ്രവർത്തകർ എടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ അകത്ത് കയറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ നാളെ തീരുമാനിക്കുന്നതാണ് DYFI കൊല്ലങ്കോട് മേഖലാ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ശരി, പാലക്കാട് നിന്നും ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്.
ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ഉറപ്പു നൽകി. കന്യാസ്ത്രീകൾ കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകിയേക്കും. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജാമ്യത്തിന് കേന്ദ്രവും ഛത്തീസ്ഗഡ് സർക്കാരും നടപടി സ്വീകരിക്കുമെന്ന് എംപിമാരോട് അമിത്ഷാ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്, അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു. UDF, LDF എംപിമാർ വെവ്വേറെയാണ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അറസ്റ്റിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആവർത്തിച്ച് ന്യായീകരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ ഉറപ്പ്. കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷമായി നാളെ കോടതിയെ സമീപിച്ചേക്കും. CBCIയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദുർഗിലെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് അനുകൂല വെളിപ്പെടുത്തലുമായി യുവതി. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചത് ബജ്രംഗദൾ നേതാവ്. കന്യാസ്ത്രീകളുടെ കൂടെ എത്തിയ യുവതിയുടേതാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ബജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചുവെന്നും യുവതി പറയുന്നു. കമലേശ്വരി പ്രധാനതാണ് ഈ വെളിപ്പെടുത്തൽ. चाहते हैं कि सर नंद और भैया को रिहा करें, उन लोग को इंसाफ मिले सर। आप लोग क्यों जा रही थी यहाँ से? यहाँ से हम लोग काम के सिलसिले में से जा रहे थे सर। तो आपको क्या लालच दे के लेके जा रहे थे? नहीं सर, अपनी मर्जी से जा रहे थे, अपनी मम्मी पापा का परमिशन दे के जा रहे थे। तो वहाँ पे बजरंग दल के कुछ युवक थे, महिलाएं थी, आपके साथ किस प्रकार का व्यवहार किया उन्होंने? हम लोग को सर मारे और बोलने लगे कि अगर हम लोग जैसे बोल रहे हैं वैसे नहीं बोलोगे तो हम लोग आपके भैया को, आपके दीदी को, मतलब आपके सिस्टर दीदी को हम लोग जेल में डाल देंगे सर। പോക്സോ കേസിൽ പെൺകുട്ടിയുടെ വ്യാജമൊഴിയെ തുടർന്ന് നിരപരാധിയായ 75 വയസ്സുകാരൻ ജയിലിൽ കഴിയേണ്ടി വന്നത് 285 ദിവസമാണ്. ആലപ്പുഴ സ്വദേശി MJ ജോസഫിനാണ് ഈ ദുരവസ്ഥ. കോടതിക്ക് നൽകിയ മൊഴി വ്യാജമെന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞതോടെ ജോസഫിനെ കോടതി വെറുതെ വിട്ടു. ആലപ്പുഴയിലെ സ്വകാര്യ സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു MJ ജോസഫ്. പെൺകുട്ടിയുടെ വീട്ടിലും ചെറിയ സഹായങ്ങൾ ചെയ്തിരുന്നു. വീട്ടിൽ വെച്ച് ജോസഫ് ഉപദ്രവിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി പലരോടും പറഞ്ഞു. കള്ളക്കഥ പാട്ടായി പോലീസ് കേസെടുത്തു. ജോസഫ് വിചാരണ തടവുകാരനായി 285 ദിവസം ഇരുമ്പഴിക്കുള്ളിൽ. പോലീസ് സ്റ്റേഷൻ കിടന്ന ആദ്യം, ജയിലിൽ ചെല്ലുന്ന ആദ്യം, പിന്നെ ജയിലിൽ നിന്ന് മറ്റുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും സൂര്യൻ്റെ കാണാൻ പറ്റത്തില്ല, ട്യൂബിൻ്റെ വെളിച്ചവും ഫാനിൻ്റെ കാറ്റും, പിന്നെ കുറച്ച് തടവുകാരും. വെളിച്ചം കാണുന്ന എന്നെ കുറ്റപത്രം വായിക്കാണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അന്നൊന്ന് കണ്ട്. അത് കഴിഞ്ഞ കാണുന്ന ജൂലൈ 26 ഈ കഴിഞ്ഞ ജൂലൈ 26 2 വർഷം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടു. ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് അറിഞ്ഞതോടെ പെൺകുട്ടിയെ താക്കീത് ചെയ്തു. ഈ ബന്ധം പുറത്തു വരാതിരിക്കാനാണ് പെൺകുട്ടി നിരപരാധിയായ ജോസഫിനെതിരെ മൊഴി നൽകിയത്. ഇരുമ്പഴിക്കുള്ളിൽ ജോസഫിൻ്റെ ഉറക്കം കെടുത്തിയത് സ്വന്തം വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒപ്പം നിറകണ്ണുകളോടെ ഒരു കാര്യം കൂടി ജോസഫ് പറഞ്ഞു. എൻ്റെ മക്കളെയൊക്കെ വലിയ കാര്യം ഇതിൻ്റെ കുറിച്ച്, അവരെയൊന്നും സ്നേഹിച്ച് കൊതി തീർന്നില്ല. എനിക്കിപ്പോൾ ഇത് നിങ്ങളെയൊക്കെ മുമ്പ് ഫേസ് ചെയ്യാൻ തന്നെ ഞാൻ മറന്നിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്കതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജയിലിലേക്ക് ഇന്നലെ പോലും ആ കുടുംബത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. കാറ്റും മഴയൊക്കെ വരുമ്പം അവർക്ക് ആരും ഇല്ലാത്ത എന്നെ ദ്രോഹിച്ചാൽ തന്നെയും അവർക്ക് ആപത്ത് വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഒരു വിധി, ഒരു ജയിൽവാസം എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം, അത് അങ്ങനെ വിശ്വസിക്കുകയാണ്. അല്ലാതെ ഇനി ആർക്കും ഇങ്ങനെ അനുഭവം വരരുതെന്നുണ്ട് എനിക്ക്. അഡ്വക്കേറ്റ് PP ബൈജു പ്രതിഫലം വാങ്ങാതെ ജോസഫിനായി ഹാജരായി. സംഭവത്തിൽ പോലീസിനും വീഴ്ചയുണ്ട്. ഒരാൾ വന്നിട്ട് പറയുന്നു എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ആ മൊഴിയെ വെച്ച് മാത്രമാണെങ്കിൽ എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്. അതുപോലെ നിയമത്തിൻ്റെ ഒരു ഇദ്ദേഹത്തിനും കണക്ക് ഈ 265 ദിവസത്തിനടുത്ത് ഒരാൾ കിടക്കുക എന്ന് പറയുമ്പോൾ ഇനിയും ഇതേ കണക്കുള്ള ആൾക്കാർ, ഇനിയും ജോസഫ്മാരുണ്ടാകത്തില്ലേ? അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ജാഗ്രത പുലർത്തണം. നിയമ സംവിധാനങ്ങൾ വെറുതെ വിട്ടെങ്കിലും ചിലരുടെയെങ്കിലും കണ്ണിൽ ജോസഫ് ഇന്നും കുറ്റക്കാരനാണ്. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. ജോലി കണ്ടെത്തണം.
ജീവിക്കണം. ഈ കേസ് വന്നപ്പോൾ പിന്നെ ആരും ഒന്നും അത് മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ജോലിക്ക് എങ്ങനെ ഇന്ന് ചോദിക്കാനാ? 2 പേര് വിളിച്ച്, ഇത് അറിയാതെ വിളിച്ച്, ഈ കേസ് അറിയാതെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വരാമെന്ന് എന്താ അറിയാം, ഈ കേസുള്ള നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവരോട് കള്ളം പറഞ്ഞു വരത്തില്ല. അതുകൊണ്ട് വേണ്ട, ഇത് എന്തെങ്കിലും ഇറങ്ങും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്, സത്യം ഉണ്ടായിരുന്നു. 24 ആലപ്പുഴ. KSFE സ്റ്റാഫ് അസോസിയേഷന്റെ 31ാം സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ഓഗസ്റ്റ് 2 വരെ തൃശൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥ, കൊടിമര ജാഥകളുടെ ഉദ്ഘാടനം മുൻ MLA KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. നാളെ സംഘടനയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനം CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം നടക്കും. CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ ex-MP അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷൻ സംഘടനയുടെ പ്രസിഡന്റ് CITUവിന്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് എളമരം കരീമാണ് മുൻ മന്ത്രി. AK ബാലൻ അദ്ദേഹം KSFEയുടെ ഓഫീസർമാരുടെ സംഘടനയുടെ നേതാവാണ്. CITUവിന്റെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CITUവിന്റെ അഖിലേന്ത്യാ നേതാക്കളിലൊരായിട്ടുള്ള ദീപ K രാജൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KN ഗോപിനാഥ് പങ്കെടുക്കുന്നുണ്ട്. CITUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് പുനരധിവാസ പദ്ധതിയിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന 100 ഭവന പദ്ധതിയിലേക്ക് OICC കുവൈറ്റ് നൽകുന്ന ആദ്യ ഭവനത്തിനുള്ള സഹായം ഓഗസ്റ്റ് 22 കൈമാറും. വേണു പൂർണിമ എന്ന പരിപാടിയിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ സാന്നിധ്യത്തിൽ മുൻ മന്ത്രിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാറിന് സഹായം കൈമാറും. കുവൈറ്റിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലീബ്, മറിയ ഉമ്മൻചാണ്ടി എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. OICC കുവൈറ്റ് നൽകുന്ന മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം KC വേണുഗോപാൽ MPക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മാനിക്കുമെന്ന് OICC കുവൈറ്റ് പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര അറിയിച്ചു. വർഗീസ് ജോസഫ് മാരാമൺ, ജോയ് ജോൺ തുരുത്തിക്കര, സുരേഷ് മാത്തൂർ, MA നിസാം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വ്യാജമാണെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ നടപടികൾ സർവീസ് ചട്ട ലംഘനമെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതുപ്രകാരമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. 7 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം. സർവീസ് ചട്ടത്തിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഡോക്ടർ ലംഘിച്ചു എന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും തെറ്റ്. ഹാരിസ് ഹസൻ ഉന്നയിച്ച പരാതികളെല്ലാം വസ്തുതയല്ല. ഡോക്ടർ ഹാരിസ് പ്രോബ് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി. എന്നാൽ പ്രോബ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു. പരാമർശങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നും നോട്ടീസിലുണ്ട്. റിപ്പോർട്ടിലെ ഈ കണ്ടെത്തലുകൾ ഡോക്ടർ ഹാരിസ് തള്ളി. പ്രോബ് ഇല്ല എന്ന കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം തന്നെ അവഹേളിക്കുന്നതാണെന്നും ഹാരിസ് ഹസൻ പറഞ്ഞു. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്നവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നത്. പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടു തന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. എത്ര പ്രാവശ്യം അവർ അറിയിച്ചതാണ്. അവിടെ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ഒരു തെറ്റാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് ഹസൻ മറുപടി നൽകും. ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് KGMCTA വ്യക്തമാക്കി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.